Welcome to Tiffany's Kitchen. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് ഞാൻ മിക്സിയുടെ ജാറിനെ കുറിച്ചിട്ടുള്ള 10 കിച്ചൺ ടിപ്സാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ വാഷർ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ ലൂസായി പോകുക എന്നുള്ളത്. അപ്പോൾ അത് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ലൂസാണ് ഈ ഒരു വാഷർ. അപ്പോൾ അതിന് ചുറ്റിനും ഞാൻ ഈ ഒരു റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1-2 റബ്ബർ ബാൻഡ് ഈ വാഷറിന് ചുറ്റും ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഈ ഒരു വാഷർ അതിനകത്ത് ഇരിക്കും. ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതിൽ വെക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഴിച്ചെടുത്തതാണെന്ന് മാത്രം. നല്ല ടൈറ്റായിട്ടാണ് ഈ ഒരു മിക്സിയുടെ ജാറിൽ ഈ ഒരു അടപ്പ് ഇരിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഒരു പ്രശ്നമാണ് മിക്സിയുടെ ഈ ഒരു ബ്ലേഡ്, ഈ ജാറിൻ്റെ ബ്ലേഡ് പെട്ടെന്ന് മൂർച്ച പോവുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് നോക്കാം. അപ്പോൾ അല്പം പഞ്ചസാര ഇട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് നല്ലതായിട്ട് നമുക്കൊന്ന് മൂർച്ച കൂടി കിട്ടും. ഇനി പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് യൂസ് ചെയ്യാം. ഉപ്പ് കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ആ ഒരു ബ്ലേഡ് നല്ലതായിട്ടൊന്ന് മൂർച്ച കൂടി കിട്ടും. ഇനി ഇതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ആ ഒരു എഗ്ഗ് ഷെല്ല് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ എഗ്ഗ് ഷെല്ല് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യമുണ്ട്. ഈ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഷെൽ പൗഡർ നമുക്ക് റോസാ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ചെടിക്ക് ചുറ്റിനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് കളയണ്ട, അങ്ങനെ മാറ്റി വെച്ചാൽ മതി. പിന്നെ എന്നുള്ളത് അല്പം ഐസ് ക്യൂബ്സ് ഇട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇതുപോലെ ഇട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ബ്ലേഡ് നല്ലതായിട്ട് തന്നെ മൂർച്ച കൂടി കിട്ടും. ഇനി നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് നമ്മൾ വെള്ളം ചേർത്ത് തേങ്ങയോ മറ്റെന്തെങ്കിലും അരച്ചെടുക്കുമ്പോഴത്തേനും ഇതുപോലെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കറ പിടിച്ചിരിക്കും. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്ന കാരണം അതിന് മാത്രം കറയില്ല. പക്ഷെ ചില മിക്സിയുടെ ജാറിനൊക്കെ നല്ലതായിട്ട് കറ പിടിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നാരങ്ങയുടെ ഒരു ഹാഫ് പീസ് എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി നാരങ്ങത്തൊണ്ടായിരുന്നാലും മതി കേട്ടോ. അതിനകത്തേക്ക് അല്പം ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ലതായിട്ട് ഇതിൻ്റെ ചുറ്റിനും നല്ലതായിട്ട് പ്രസ് ചെയ്തൊന്ന് തുടച്ചെടുക്കുക. ഒരിക്കലും ഈ ഭാഗത്ത് വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴുകാനൊന്നും ശ്രമിക്കരുത്, വെള്ളമാക്കുകയും ചെയ്യരുത്. അതിനകത്തേക്ക് വെള്ളം കയറിയിട്ട് ആ ഒരു മെഷീന് അതിനകത്തുള്ള ആ ഒരു ഭാഗമൊക്കെ കേട് വന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ മെല്ലെ ഇത് വൈപ്പ് ചെയ്തെടുക്കണം. വല്ല ക്ലോത്തോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഒരിക്കലും നിങ്ങളിത് വെള്ളം കയറാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ പാത്രം കഴുകാനൊക്കെ കൊണ്ടുപോയിടുന്ന കൂട്ടത്തിൽ ഈ മിക്സിയുടെ ജാറ് അങ്ങനെ അങ്ങോട്ട് വെള്ളത്തിൽ നിറച്ചിട്ട് കൊണ്ടുപോയിടരുത്. അപ്പോൾ ഇവിടെ വെള്ളം കയറാണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ക്ലീനായി കിട്ടിയിട്ടില്ലേ, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ ഒരു മറ്റു പ്രശ്നമാണ് ഇവിടെ ഇങ്ങനെ കറ പിടിച്ചിരിക്കും ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ അതിനകത്തുള്ള സ്ക്രൂയുടെ ഭാഗത്തും. അപ്പോൾ ആ ഭാഗത്തുള്ള കറ കളയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബ്രഷ് ശരിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ബ്രഷോ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അത് ഇതുപോലെ വളച്ചെടുത്തിട്ട് അല്പം ബേക്കിംഗ് സോഡയും അല്പം വിനെഗരിയും അല്പം ഫെയറിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അധികം ലിക്വിഡ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് എടുത്തിട്ട് ഈ ഭാഗത്തൊക്കെ നല്ലതായിട്ട് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. സ്ക്രൂയുടെ ഭാഗത്തും അതുപോലെ തന്നെ ആ ഒരു മുകളിൽ കാണുന്ന ഭാഗത്തൊക്കെ നല്ലതായിട്ടൊന്ന് ഉരച്ചെടുക്കുമ്പോഴത്തേനും നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ കറയെല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അവിടെ ഒരു തുരുമ്പ് പിടിച്ച പോലെ ഒരു മഞ്ഞ കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ക്ലീൻ ആക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ചെറിയ ഭാഗങ്ങളിൽ പോലും നല്ലതായിട്ട് നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തോരം വൃത്തിയായി കിട്ടി നോക്കിക്കേ. ഇനി ഇതുപോലുള്ള ഹൈറ്റ് കൂടിയിട്ടുള്ള മിക്സിയുടെ ജാറൊക്കെ നമുക്ക് കൈയിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് ഇങ്ങനെ മഞ്ഞക്കറ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് അല്പം ബേക്കിംഗ് സോഡയും ഇതുപോലെ എന്തെങ്കിലും നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ്, ഇപ്പോൾ ഞാനിവിടെ ഫെയറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്പം വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ലെമണിൻ്റെ പീസ് പിഴിഞ്ഞ് ആ തൊണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല വാഷ് ചെയ്തെടുത്തിട്ടുള്ള ജാറാണിത്. നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ വളരെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇത്രയും കുറച്ച് സാധനം ഒന്നും ഇടുമ്പോൾ നമ്മളെ ജാറിൽ അരഞ്ഞു കിട്ടാറില്ല. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ്.
കുഴിവുള്ള ഇതുപോലുള്ള മിക്സിയുടെ അടപ്പാണെന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ്. അപ്പോൾ നമ്മുടെ വാഷർ നേരെ തിരിച്ച് നമ്മൾ സാധാരണ ഇടുന്നിടത്തുനിന്ന് അഴിച്ചിട്ട് ഇപ്പുറം ഭാഗം ഇതാ ഞാൻ കാണിക്കുന്ന പോലെ ഇട്ട് കൊടുത്തിട്ട് നേരെ തിരിച്ച് ഈ അടപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു അടപ്പിന് പകരം നിങ്ങൾക്ക് വല്ല സ്റ്റീലിൻ്റെ ബൗളും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ എന്തെങ്കിലും പൊടിക്കുമ്പോഴത്തേനൊരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പച്ചമുളകൊക്കെ അരച്ചെടുത്തതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടി അരി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി ഈ അരി കളയേണ്ട ആവശ്യമില്ല, നമുക്ക് പായസം എന്തെങ്കിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്